വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഒന്ന് മെറൈൻ ഡ്രൈവ് വരെ ഒന്ന് നടക്കാൻ പോകാൻ വിചാരിച്ചു. കുറേ നാളായി പോയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ലീവ് കിട്ടിയപ്പോൾ വിചാരിച്ചു ഒന്ന് കറങ്ങാൻ പോവാം. അന്ന് മെറൈൻ ഡ്രൈവിൽ വെറുതെ ഒരു ഈവനിങ് വ്ളോഗ് അത്രയേ ഉള്ളൂ. അപ്പം വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം കേട്ടോ. ഞാൻ നേരത്തെ മാറ്റി നിന്നേ, ഒരാളത് അവിടെ നിന്ന് മാറ്റുന്നേ ഉള്ളൂ. ഞാൻ എത്ര സമയം കാത്തിക്കുന്നു മാറ്റിയിട്ട്, ഏകദേശം ഒരു അരമണിക്കൂറായി പോകുന്നു ഞാൻ മാറ്റിയിട്ട് കാത്തിക്കുന്നത്. എന്നിട്ടും റെഡി ആയിട്ട് വന്നിട്ടില്ല. എന്നാന്ന് കേട്ടാ എവിടെയും പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നറിയില്ലേ? വാ പോവാ, ഞാൻ എങ്ങോട്ടല്ലേ വിളിക്കേണ്ടത്, ഞാൻ ഇവിടെ ഇരിക്കുന്നതല്ലേ. എന്താ കേട്ടാ? കൂടുതൽ നേരത്തെ അല്ല, സമയം നോക്ക്, 6 മണി. ഈവനിങ് വ്ളോക്കിനല്ലേ പോകേണ്ടത്. നടക്ക്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കണ്ണൊന്നും കാണില്ല. ഇത് നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിച്ചൊരു ഷൂറാക്കാം കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. 3 തട്ടുള്ളത് നൈസാണ് കേട്ടോ. ഇങ്ങോട്ടൊന്ന് നോക്കുമോ? വൈകി ഇറങ്ങി ചാറുള്ള വെറൈറ്റി മേടിക്കാം. ഹൈക്കോട്ട് വഴി, പക്ഷെ വഴി മാറിപ്പോയി. അങ്ങനെയല്ല, ബസ് മാറിപ്പോയി. എളുപ്പത്തിലെത്തുന്ന അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ പാലാരിവട്ടം വഴി പോവുക കേട്ടോ. കാരണം മിക്കപ്പോഴും എനിക്ക് ബസ് മാറാറുണ്ട്. ഓഫീസിൽ പോകുന്ന സമയത്ത് വൈറ്റ് ലൈൻ ഹബ്ബിൽ നിന്ന് വരുന്നത് 2 ബസ്, മീൻസ് 2 റൂട്ട് പോകുന്ന ബസ്സുണ്ട്. ഒരു സർക്കിൾ പോലെയാണ്, ഒരിടത്ത് തന്നെ എത്തും. പക്ഷേ ചിലത് മീൻസ് ഈ വഴി പോകുന്നത് ഇത്തിരി ദൂരമായിട്ടെത്തും, മറ്റേത് വേഗം എളുപ്പത്തിലെത്തും. അങ്ങനെയാണ്. പോകുന്ന വഴിക്ക് നേരത്തെ പോകണം എന്ന് ചോദിച്ചാൽ സൺസെറ്റെല്ലാം കാണണം എന്ന് ചോദിച്ചു. പോകുന്ന വഴിക്ക് കേട്ടോ സൺസെറ്റൊക്കെ കണ്ടത്. അത് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ബസ്സും ഹൈക്കോട്ട് ബസ് തന്നെയാണ്, പക്ഷേ ഇച്ചിരി ഒന്ന് പാലാരിവട്ടം കലൂർ അങ്ങനെ വളഞ്ഞു പോകുന്നു. എറണാകുളംകാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമായിരിക്കും. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ബസ് മാറി പോകുമ്പോഴാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പഠിക്കാറ് കേട്ടോ. അപ്പം ഇന്ന് പോയി അങ്ങനെ കുറച്ചായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പല വഴിയിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിയത് ഇവിടെ നിന്ന് കേട്ടോ, ക്രോമേന്ന്. ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയത് വാഷിംഗ് മെഷീൻ ഓൺലൈനായിട്ട്. ലിങ്കും കാര്യങ്ങളൊന്നുമില്ല, അവർ തന്നെയാണ് ബുക്ക് ചെയ്ത് തന്നത്. അവിടെ പോയിട്ട് എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ പാലാരിവട്ടം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ബൈക്കിനാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഈ പാലാരിവട്ടത്തെത്തും. ഇത് റൗണ്ട് അടിച്ച് വരുന്നതുകൊണ്ട് ഇച്ചിരിയും കൂടെ ദൂരം എടുത്തിട്ടുണ്ടായിരുന്നു. വേറൊരു ഷോർട്ട് കട്ടും ഉണ്ട്, നമ്മൾ ഈ പൊന്നുരുന്നി അങ്ങോട്ടേക്ക് പോകുന്ന ഈ ഷോർട്ട് കട്ട് ഉണ്ട് പാലാരിവട്ടത്തു നിന്ന്. പാലാരിവട്ടം എത്തിയിട്ട് നേരെ പിന്നെ നമ്മളിതാ ഇവിടെ നിന്നാണ് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയത്. ഈ ടൗൺ ഹാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിയ സ്ഥലം, നമ്മൾ വരുന്ന സ്ഥലം, ഇത് നമ്മൾ ഷീമാട്ടി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ വഴി പോകുമ്പോൾ കാണുന്നത്. അപ്പുറത്തോട്ട് പോകുമ്പോൾ ആകെ പള്ളിമുക്ക്, പിന്നെ നമ്മൾ ഷിപ്പ് യാർഡ്, അതൊക്കെ എങ്ങനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഹൈക്കോട്ട് എത്തി, ആതിര സെയിൽസിൻ്റെ അവിടെ എത്തിയിട്ട് നേരെ ക്രോസ് ചെയ്ത് നേരെ പോകുന്നത് മെറൈൻ ഡ്രൈവിലേക്ക്. ആൾക്കാർ കൂടുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ആൾക്കാർ കൂടുന്നതിന് മുമ്പേ നമ്മളൊരു കുൽക്കി കുടിക്കാമെന്ന് വിചാരിച്ച്. ഇത് വന്നിട്ട് കുറേ മുന്നേ പണ്ടപ്പോൾ വന്നപ്പോൾ ഒറ്റ ചെയ്തോ ഒരു ബൂസ്റ്റ് കുടിക്കുക, അങ്ങനെ എന്തോ കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് വന്നപ്പോൾ വിചാരിച്ചു ഒരു എരിവുള്ള ഏതെങ്കിലും കുൽക്കി കുടിക്കണം. അപ്പം 2-3 ഓപ്ഷൻസ് അവർ പറഞ്ഞു. പിന്നെ പൈനാപ്പിൾ കുൽക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അതിൽ പച്ചമുളക് കീറിയൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കുൽക്കി കുടിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം നമുക്ക് ഇതിലോട്ട് നടക്കാൻ പറ്റൂല, ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥ ഭയങ്കര. നമ്മളിപ്പോൾ വേറൊരാൾ വിളിച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഇപ്പുറത്തുനിന്നൊരാൾ വിളിച്ച് ഇപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കില്ല അവർ തമ്മിൽ അടിയാവും. അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടി കുൽക്കി ഉണ്ടാക്കുന്നത്. ചില സമയം നമ്മൾ നിന്ന് നോക്കിപ്പോയിട്ട് അവർ വിളിച്ച് എങ്ങനെയാക്കും.
മെറൈൻ ഡ്രൈവിൽ വരുന്നവർക്ക് അറിയായിരിക്കും ഭയങ്കര ബഹളമാണ്. ഈ കട അടക്കുന്ന വലിയ ഒറ്റക്കടയല്ല കേട്ടോ, ഈ നിരക്കന ഷോപ്പുകളാണ്. ഏകദേശം ഒരു 4-5 ഷോപ്പുണ്ട് കുൽക്കീൻ്റെ മാത്രമായിട്ട് തന്നെ. അപ്പോൾ അവിടെ ഭയങ്കര ബഹളവും ഒച്ചപ്പാടൊക്കെയാണ്, പ്രത്യേകിച്ച് ഈ കുൽക്കി വാങ്ങുന്നിടത്ത്. അന്ന് രാത്രിയാകുമ്പോൾ ചിലപ്പം നല്ല തിരക്ക് കൂടും. അതുകൊണ്ട് നമ്മൾ തിരക്ക് കൂടാനങ്ങ് നിന്നിട്ടില്ല, നമ്മൾ വേഗം വാങ്ങിയിട്ട് കുടിച്ചിട്ട് നടക്കാൻ പോകുമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? നല്ലുണ്ടല്ലേ? പഞ്ചസാര ഇല്ല, മധുരം പൈനാപ്പിളിൻ്റെ മാത്രം. അങ്ങനെ കുൽക്കിയൊക്കെ കുടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് കുൽക്കിക്ക് 40 രൂപയായിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ വാട്ടർ മെട്രോൻ്റെ അവിടെ എത്തുന്നത്, ഈ വഴി വന്ന് വാട്ടർ മെട്രോൻ്റെ അവിടെ എത്തുന്നത്. നമ്മൾ ഷിപ്പൊക്കെ കാണണമെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം. ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡാട്ടോ. ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വാക്ക് നടക്കാൻ അങ്ങനത്തെ ഒരു സൈഡാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അപ്പം ഇങ്ങനെ ബോട്ടും കാര്യങ്ങളൊക്കെ, ലൈറ്റ് ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മളിങ്ങനെ എന്താ പാട്ടും മേളമൊക്കെ ആയിട്ടുള്ള ടൂറിസം ബോട്ട്സ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലിങ്ങനെ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് വിളിക്കുമ്പോൾ ആ ബോട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ കായലിൽ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബോട്ട് പോകുമ്പോൾ എന്തൊരു ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അറിയോ. കുറേ സമയം ഇങ്ങനെ നോക്കി നിന്ന് ഈ കായലിൻ്റെ കാറ്റ് കിട്ടുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടക്കാനായിട്ട് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ നടക്കേണ്ട ഒരു ഏരിയ അല്ല, പ്രശ്നമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിരിക്കും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കാവും. നമ്മൾ ഇത്തിരിയും കൂടെ നടക്കാനായിട്ട് അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആരും ഇല്ല കേട്ടോ, എല്ലാവരും വരുന്നതേ ഉള്ളൂ. നമ്മളൊരു 6:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ലൈറ്റ് ബോട്ട്സൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഒരു വട്ടം അമ്മേൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം അമ്മേൻ്റെ സ്കൂളിൽ നിന്നൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറിയിട്ടാണ് അവർക്ക് മറ്റേ അവാർഡൊക്കെ ഉണ്ടായത്. അത് നല്ല രസമുണ്ടായിരുന്നു. അവരെ സെൻഡ് ഓഫ് പരിപാടി അമ്മേൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ. അതിന് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കയറിയത്, അല്ലാണ്ട് ഞാൻ കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല. പുകയെല്ലാം പോകുന്നത് കാണുന്നുണ്ടപ്പ. കേട്ടാ സൂര്യനോടെ ഞാൻ എല്ലാരും കണ്ടിട്ട് ആരാ വൈകിയത് എന്ന്. അയ്യേട്ടനൊരു സൺഡേ കിട്ടിയപ്പോ അങ്ങ് കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബ്രോഡ്വേയിലേക്കാട്ടോ. അവിടെ നടന്നു പോകേണ്ട ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. ഷോർട്ട് കട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോയി. നമ്മളങ്ങനെ നടന്ന് ബ്രോഡ്വേയിലെത്തി. സ്റ്റീൽ പാത്രമല്ല,
ചെറുത് 30 വരെ 40 ഒരു 210 ചെറുത് 30 വലുത് 40. 260 ഇതൊന്നും എടുക്കാം. ഇതാ ഞാൻ പറഞ്ഞ ഫോക്കാണ്. മിച്ചൊന്നുമല്ല കേട്ടോ, അത് ഞാൻ പറയാം. ഇതുണ്ട് ട്രൗസർ, ഇത് ഉള്ളിലിടണം. എന്നിട്ടില്ല ഇപ്പോഴത്തെ ട്രെൻഡാണ് കിച്ചണിലൂടെ. കിച്ചണിലിടുന്നല്ല ഇപ്പോഴത്തെ ഫാഷനാണ് ഇത്. ഒരു കാര്യം ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്, ഒരു ഡ്രസ്സ് വാങ്ങണമായിരുന്നു. ഇവിടെ താഴെയുള്ളൊരു വാവ ഉണ്ട് കേട്ടോ. വാവേൻ്റെ 6 മാസമായിട്ട് ഹാഫ് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അങ്കിള് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര മടിയായി പോകാൻ വേണ്ടിയിട്ട്. അവിടെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നു. അതിന് വാവയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. പോവാ സമയത്തിനായി കയ്യേണ്ട ലേറ്റാക്കി, വരുമ്പോൾ ലേറ്റാക്കി, ഇപ്പോൾ ലേറ്റാക്കി, സാധനമെല്ലാം വാങ്ങിയിട്ട്. അങ്ങനെയൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഇറ്റ്സ് ദാൻ ബൈ ഫ്രം ആദ്ര അഖിൽ. ബൈ ബൈ.